ഹലോ നമസ്കാരം. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ അലീനയും പിള്ളേരും കൂടിയിട്ട് വൈജയന്തിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട് കേട്ടോ. അവസാന ശ്രമം എന്ന നിലയിൽ വൈജയന്തി അടുത്തേക്ക് സംസാരിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അലീന പറയാണ്, ഞാൻ പോയിക്കോളാം, എനിക്കൊരു 2 ആഴ്ചത്തെ സമയം കൂടി തരണം എന്ന് പറയാണ്. അപ്പോൾ വൈജയന്തി പറയാണ്, ഒരു 2 ആഴ്ചത്തെ സമയം കൂടി ഞാൻ നിനക്ക് തരത്തില്ല. ഇത് ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ്. ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ നീ പോയില്ലല്ലോ. ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ട് വരെ നീ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അലീന പറയാണ്, ഇതുവരെ പറഞ്ഞ പോലെയല്ല, ഇതെന്തായാലും എനിക്കൊരു 2 ആഴ്ചത്തെ സമയം തരണം, അതിനുള്ളിൽ ഞാൻ പോയിക്കോളാം എന്ന് പറയാണ്. അപ്പോൾ വൈജയന്തി പറയാണ്, നീ ഓന്തിൻ്റെ നിറം മാറുന്നതാണെങ്കിൽ മാറും, അടിച്ചിറക്കി വിട്ടാൽ നീ പോവത്തില്ല എന്ന് പറയാണ്. അപ്പോൾ അലീന പറയാണ്, അന്നത്തെ സാഹചര്യം പോലെയല്ല ഇന്നത്തെ സാഹചര്യം, ഇപ്രാവശ്യം ഞാൻ എന്തായാലും പോവും, അച്ഛൻ പോകണ്ട പറഞ്ഞാലും ഞാൻ എന്തായാലും പോകുമെന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയാണ്, നിനക്ക് 4-5 ദിവസം മതിയല്ലോ പോവാൻ, എന്നാൽ നീ പോയതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് വന്നോളാം എന്ന് പറയാണ്. അപ്പോൾ അലീന പറയാണ്, അത് പറ്റില്ല, ഇപ്പം ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറയാണ്. അപ്പോൾ വൈജയന്തി പറയാണ്, അതെന്തായാലും പറ്റില്ല, നീ ഉള്ളപ്പോൾ 1 മണിക്കൂർ പോലും ഞാൻ ആ വീട്ടിൽ നിൽക്കത്തില്ല എന്ന് പറയാണ്. അതെൻ്റെ വാശിയാണെന്ന് തന്നെ നിങ്ങൾ കരുതിക്കോളും, അതിൻ്റെ 1 ഇഞ്ച് പുറകോട്ട് ഞാൻ പോയില്ല എന്ന് പറയാണ്. അന്നേരം ബബിത പറയാണ്, അലീന ചേച്ചി നമ്മളെ വീട്ടിൽ നിന്ന് പോയിട്ട് അമ്മ 1 നിമിഷം പോലും ആ വീട്ടിലേക്ക് തിരിച്ചു വരണ്ടെന്ന് പറയാണ്. അപ്പോൾ വൈജയന്തി പറയാണ്, എന്താ വേണ്ടടി, നീ അലീനെ കെട്ടിപ്പിടിച്ച് അവിടെ കിടന്നോ എന്ന് പറയാണ്. അപ്പോൾ ബബിത തിരിച്ചു പറയുന്ന സമയത്ത് അലീന പറയാണ്, വേണ്ട, തിരിച്ചൊന്നും പറയണ്ട, തിരിച്ചു പറയുന്ന ഇതെല്ലാം മനസ്സിലുണ്ടാവും എന്നൊക്കെ പറയാണ്. നിങ്ങളെ അമ്മയും മക്കളും എപ്പോഴും ഒന്നിക്കേണ്ടവളാണ്, ഞാൻ ആ വീട്ടിൽ നിന്ന് തിരിച്ചു പോകേണ്ടവൾ എന്ന് പറയാണ്. അങ്ങനെ ബബ്ദിയും കൂട്ടി പോവാട്ടോ അവർ പുറത്തേക്ക്. ആ സമയത്ത് കൃഷ്ണമോളും രോഹിത്തും വൈജയന്തിയോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അമ്മേനെ ആർക്കും വേണ്ട, അമ്മക്കും ആർക്കും വേണ്ട, ഇങ്ങനൊന്നും ആവാൻ പാടില്ല എന്ന് പറയായിരുന്നു. അപ്പോൾ വൈജയന്തി പറയാണ്, ഞാനിങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ, ഞാൻ ആരെ കാര്യത്തിനും വരുന്നില്ലല്ലോ എന്നൊക്കെ പറയാണ്. ഞാൻ ചത്താലും ആരുടെയും പുറകെ വരില്ല എന്ന് വൈജയന്തി പറയാണ്. അങ്ങനെ രോഹിത്ത് പുറത്തേക്ക് പോവാട്ടോ. അന്നേരവും കൃഷ്ണമോൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ എന്താ പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ കൃഷ്ണമോളും പുറത്തേക്ക് പോവാണ്. അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടും അവർ തോറ്റുപോയിരിക്കുക കേട്ടോ. വൈജയന്തി വരാൻ കൂട്ടാക്കുന്നേയില്ല. അങ്ങനെ അവരെല്ലാവരും ഒന്നിച്ച് ആലോചിക്കുകയാണ് എന്താ ഇനി ചെയ്യേണ്ടതെന്ന്. ആ സമയത്ത് മനുവായിട്ട് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്തായി കാര്യങ്ങൾ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബബിത പറയാണ്, ഞങ്ങൾ തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുകയാണെന്ന് പറയാണ്. അപ്പോൾ മനുവേട്ടൻ ചോദിക്കുന്നുണ്ട്, അതെന്താ തോറ്റുപോയോ? അന്നേരം അലീന പറയാണ്, ഞങ്ങൾ തോറ്റുപോയി, ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും മാഡം വരുന്നില്ല.